സോ വേറെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാർ ഇപ്പോഴും ഓരോ പ്രാവശ്യം ഒരു ഷർട്ട് ഇടുമ്പോഴും അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഇടുമ്പോഴും അതൊക്കെ ടോക്ക് ഓഫ് ദ ടൗൺ ആയി മാറാണ്. ഇപ്പോഴത്തെ ന്യൂജൻ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ ഇന്നലെയുള്ള കുട്ടികൾ വരെ അതിനെപ്പറ്റി വ്ളോഗ് ചെയ്യുന്നു. അത് ഏത് ബ്രാൻഡാണ്, ഏത് ഡിസൈനറാണ്, എത്ര രൂപ വിലയാണ്, എവിടെ നിന്ന് കിട്ടും, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പോഴും ടോക്ക് ഓഫ് ദ ടൗൺ ആണ്. ആൾക്കാർ ആ സെയിം പാറ്റേണിലുള്ള ഷർട്ട് വാങ്ങിയിട്ട് ലാൽ സാറിന്റെ ഫോട്ടോ കൊളാജ് ചെയ്തിട്ടൊക്കെ ഇപ്പോഴും ഷെയർ ചെയ്യുന്നത് കാണാറുണ്ട്. സോ ജസ്റ്റ് വാണ്ടഡ് ടു ആസ്ക് യു, സാറിന്റെ സ്റ്റൈൽ കോഷ്യന്റ് എന്താണ്? സാർ തന്നെയാണോ സാറിന്റെ കോസ്റ്റ്യൂംസിൽ ഒരു സെലക്ഷൻ എടുക്കാറ്, അതോ അതിന് വേറെ എക്സ്പേർട്സ് ഉണ്ടോ, സ്റ്റൈലിസ്റ്റ് പോലെയുള്ള ആൾക്കാരുണ്ടോ? ഞാൻ സിനിമയിൽ 47 വർഷം. അപ്പൊ ആ പണ്ട് കാലങ്ങളിലൊക്കെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യം നമുക്ക് NDT വയസ്സ് ചെറിയൊരു സ്റ്റേറ്റ് ആയിരുന്നു കേരളം. വളരെ കുറച്ച് സിനിമകളായിരുന്നു, വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ്, പിന്നെ കളറിലേക്ക് മാറുന്നതോടും അപ്പം പെട്ടെന്നൊരു സിനിമ എന്ന് പറഞ്ഞാൽ ആവശ്യം എന്താണ് കഥാപാത്രം, അതിനുള്ള ഡ്രസ്സുകളാണ്. പിന്നെ ഇന്ന് അത് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു കളർ പാറ്റേൺ അവിടെ ഉണ്ടാകും, ആ കഥയ്ക്ക് അനുയോജ്യമായ. മിക്ക സിനിമ അവർക്കും അല്ലാത്തവർക്കും ഒക്കെ വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹായം നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ ദ വാം വെൽക്കം. ഞാനിവിടെ വന്ന് പാടിയത് ചന്ദനമണി സന്ധ്യകളുടെ പാട്ടാണ്. വളരെ നന്നായി അദ്ദേഹം പാടി. താങ്ക് യു വെരി മച്ച്. അതിന്റെ വളരെ സന്തോഷകരമായ ഈ ഹോട്ടലിൽ വെച്ച് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. എല്ലാവരും വളരെ നന്നായിട്ട് നല്ല കോർഡിനേഷൻ ഡാൻസ് ചെയ്തു.